വയനാട്ടിൽ സമാനതകളില്ലാത്ത ദുരന്തമുണ്ടായിട്ട് ഇന്ന് 5ാം ദിനമാണ്. 5ാം ദിനത്തിലെ തിരച്ചിലും രക്ഷാപ്രവർത്തനവും എല്ലാം അവിടെ പുരോഗമിക്കുകയാണ്. ആ വാർത്തകളിലേക്കെല്ലാം വരാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരെ തേടിയുള്ള തെരച്ചിൽ ഇന്ന് 5ാം ദിനം. മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം മേഖലകളിൽ ഇന്നും ഊർജിത തെരച്ചിൽ. ദുരന്തത്തിൽ മരണം 358ആയി. ഇനിയും കണ്ടെത്താനുള്ളത് 200-ലധികം പേരെ. ചാലിയാറിലും തെരച്ചിൽ. ഇതുവരെ കണ്ടെത്തിയത് 191 മൃതദേഹങ്ങൾ. 10,042 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത്. അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടൗൺഷിപ്പ് നിർമ്മിക്കുക ലക്ഷ്യം. ദുരന്ത കാരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം. ദുരന്ത സാധ്യത മുൻകൂട്ടി അറിയാൻ കേരളത്തെ പ്രാപ്തമാക്കുമെന്നും മുഖ്യമന്ത്രി. വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ബദൽ സംവിധാനമൊരുക്കും. കൈകാര്യം ചെയ്യാൻ ധനസെക്രട്ടറിയുടെ കീഴിൽ പ്രത്യേക ഉദ്യോഗസ്ഥൻ. QR കോഡ് സംവിധാനം പിൻവലിക്കും. UPI വഴി പണം സംഭാവന നൽകാം. ഹെൽപ്പ് ഫോർ വയനാട് സെൽ രൂപീകരിക്കാനും തീരുമാനം. സംഭാവന ചെയ്യുന്നതിനായി donation.cmdrf.kerala.gov എന്ന പോർട്ടലിൽ ദുരിതാശ്വാസ നിധിയിലുള്ള വിവിധ ബാങ്കുകളുടെ എല്ലാ അക്കൗണ്ട് നമ്പറുകളും നൽകിയിട്ടുണ്ട്. QR കോഡ് സംവിധാനം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓൺലൈൻ ബാങ്കിംഗ്. ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 1 മാസത്തെ ശമ്പളം സംഭാവന ചെയ്ത് CPIM MPമാർ. 1 കോടി രൂപ നൽകി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. CMDRFിലേക്ക് സംഭാവനകൾ നൽകണമെന്നാവശ്യപ്പെട്ട് സിനിമാ താരങ്ങളും. വയനാടിനായി കൈത്താങ്ങ്. ദുരിതബാധിതർക്കായി രാഹുൽ ഗാന്ധി 100 വീടുകൾ നിർമ്മിച്ചു നൽകും. വാഗ്ദാനം ലഭിച്ചെന്ന് മുഖ്യമന്ത്രി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും 100 വീട് നൽകും. 150 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് നാഷണൽ സർവീസ് സ്കീം. ശോഭ റിയാലിറ്റി ഗ്രൂപ്പ് 50 വീടുകൾ നൽകും. പശ്ചിമഘട്ടത്തിൽ കേന്ദ്ര ഇടപെടൽ. 56,825 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ദുർബല മേഖലയാക്കാൻ ആലോചന. കേരളത്തിൽ 9,993 ചതുരശ്ര കിലോമീറ്ററും പരിസ്ഥിതി ദുർബല മേഖലയാക്കും. വയനാട് ജില്ലയിലെ 13 വില്ലേജുകൾ പരിധിയിൽ. ജൂലൈ 31-ന് കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്രം. ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും. എല്ലാത്തിനും കിട്ടി. ഒന്നുമില്ല സാറേ, എനിക്ക് പറയാൻ ഒന്നുമില്ല. ഉരുളെടുത്ത വെള്ളാർമല സ്കൂളിന് മുന്നിൽ തളർന്നു വീണ് പ്രധാനാധ്യാപകൻ ഉണ്ണിമാഷ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സ്കൂൾ തങ്ങളുടെ അഹങ്കാരമായിരുന്നെന്ന് ഉണ്ണിമാഷ്. സ്കൂൾ പൂർണ്ണമായും മണ്ണെടുത്തു. 20 കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞു. 12 പേർ ഇപ്പോഴും കാണാമറയത്ത്. സ്കൂളിൽ തെർമൽ സ്കാനർ ഉപയോഗിച്ച് പരിശോധന. ദുരിതബാധിതർക്ക് ആശ്വാസമേകാൻ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ വയനാട്ടിൽ. സൈനികർക്കൊപ്പം ചൂരൽമലയും മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും സന്ദർശിച്ചു. പുനരധിവാസത്തിന് മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി നൽകും. ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ, അവർക്കൊക്കെ ഒരു നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം. രക്ഷാപ്രവർത്തകർക്കും അഭിനന്ദനം. CMDRFിലേക്ക് സംഭാവന നൽകരുതെന്ന കെ സുധാകരന്റെ നിലപാടിൽ വിമർശനം. KPCC അധ്യക്ഷന്റെ നിലപാട് കോൺഗ്രസ് പരിശോധിക്കണമെന്ന് CPM നേതാവ് ബൃന്ദ കാരാട്ട്. അമിത്ഷായെ പോലെ സുധാകരൻ കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും വിമർശനം.
Amit Shah is misleading Parliament, and the KPCC President is misleading the people of Kerala by making a statement against the Chief Minister's Distress Relief Fund donation. എന്തെങ്കിലും ചെറിയ ശബ്ദങ്ങൾ വരുന്നെങ്കിൽ കാണേണ്ട എന്ന് മുഖ്യമന്ത്രി. CMDRFിനെതിരെ കോൺഗ്രസ് നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തുന്നില്ല എന്ന് VD സതീശൻ. കണക്കുകളിൽ വ്യക്തത വരുത്തിയാൽ പ്രശ്നം മാറും. ദുരിതാശ്വാസ നിധി കൂടുതൽ സുതാര്യമാക്കണമെന്നും VD സതീശൻ. വടക്കൻ കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മുന്നറിയിപ്പില്ല. തീരത്തും ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം. സർക്കാർ അറിയിച്ച 4 ദിവസം ഇന്നലെ കഴിഞ്ഞു. ഇന്ന് തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷയെന്നും കുടുംബം. അവിടുന്ന് ഒഫീഷ്യലായിട്ട് നമുക്കൊരു റിപ്പോർട്ടൊന്നുമില്ല. പക്ഷേ ഈശ്വർ മൽപ്പയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അമാവാസി ഈ നാളെ, അതായത് ഇന്ന് നാളെ മറ്റന്നാൾ ആ രീതിയിൽ വേലിയിറക്കം വരുമ്പോൾ ഇറങ്ങാൻ സന്നദ്ധ തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാവുമെന്ന് കരുതുന്നില്ല. കാരണം അവിടെ നിന്ന് ഒരു അപ്രൂവൽ കൊടുക്കാതെ അയാൾക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇന്ന് കർക്കിടക വാവ്. പിതൃതർപ്പണത്തിന്റെ പുണ്യം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തുന്നു. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ. സ്മരാമി ആ പവിത്ര പവിത്രോവ സർവാവസ്ഥാം ഗതോപ്യവ യസ്മരേത് പുണ്ടരീകാശം. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്കായി കർക്കിടക വാവ് ദിനത്തിൽ പ്രത്യേക പ്രാർത്ഥന. തൃശൂർ ചെറുതുരുത്തി നിളാതീരത്ത് മരിച്ചവർക്കായി ബലിതർപ്പണം നടത്തിയ ആയിരങ്ങൾ. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ ക്വാർട്ടറിൽ ഓസ്ട്രേലിയയെ 3-2 തോൽപ്പിച്ച് മുന്നേറ്റം. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയുടെ ജയം 52 വർഷങ്ങൾക്ക് ശേഷം. 8 സേവുകളുമായി തിളങ്ങി PR ശ്രീജേഷ്. ബാഡ്മിന്റണിൽ സെമിയിലെത്തി ലക്ഷ്യ സെന്നിന് ചരിത്ര നേട്ടം. ഷൂട്ടിംഗിൽ 3ാം മെഡൽ പ്രതീക്ഷയോടെ മനു ഭാക്കർ. ഇന്ത്യ ശ്രീലങ്ക 1ാം ഏകദിനം ടൈയിൽ അവസാനിച്ചു. ആവേശപ്പോരിൽ 230 റൺസ് പിന്തുടർന്ന ഇന്ത്യ 230-ന് ഓൾ ഔട്ടായി. രോഹിത് ശർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. ഓൾറൗണ്ട് പ്രകടനം നടത്തിയ ദുനിത് ബെല്ലാലഗെ കളിയിലെ താരം.